ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം. ഇന്ത്യയെ സ്നേഹിച്ച് ഇന്ത്യക്ക് വേണ്ടി പ്രധാനമന്ത്രിയായും ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടും ഒക്കെ പ്രവർത്തിച്ച മഹാനായ ഒരു നേതാവ്, ആ നേതാവിന്റെ വിടവാങ്ങൽ, അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരുമെന്ന് അദ്ദേഹം വിചാരിച്ചു കാണത്തില്ല. പക്ഷെ വന്നപ്പോൾ ഏറ്റവും സത്യസന്ധമായ രീതിയിൽ, ഏറ്റവും തനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ രാജ്യത്തെ സേവിച്ച ഒരു പ്രധാനമന്ത്രി. എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത്, ഞാൻ അദ്ദേഹത്തെ അവസാനമായി കാണുമ്പോൾ ഈ വീട്ടിലാണ് ഞാൻ കണ്ടത്. അന്ന് എന്റെ ഫാദറുമായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പറയുന്ന ഫാദർ ശകലം സെക്യൂരിറ്റി പ്രശ്നമുള്ളതുകൊണ്ട് ആദ്യം പോയി, ഞാൻ പുറകെ പോയപ്പോഴത്തേക്ക് ഞാൻ ചെന്നപ്പോൾ ഇവർ രണ്ടുപേരും ഡിസ്കഷനിലാണ്. എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയെ അദ്ദേഹം എങ്ങനെ മാനിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് എല്ലാവരോടും. ഇത്രയും ഒരു ലളിതമായ ഒരു ജീവിതം നയിച്ച ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ നഷ്ടം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തെ എന്നും ഇന്ത്യ ഓർക്കും. വരുന്ന നൂറ്റാണ്ടുകളിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മണിക്കൂറിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളിലേക്ക് പോയിരുന്നു. അല്ലെ, വിവാദം അനാവശ്യമാണ്. അദ്ദേഹത്തിന് എല്ലാ പ്രധാനമന്ത്രിമാർക്കും കൊടുക്കേണ്ട ആദരവ് കൊടുക്കാൻ രാജ്യം ബാധ്യസ്ഥമാണ്. എല്ലാ പ്രധാനമന്ത്രിമാർക്കും നമുക്കറിയാം, രാജ്ഘട്ടിൽ സ്ഥലമുണ്ട്, അതിന് പ്രത്യേകമായ അംഗീകാരമുണ്ട്. അത് കൊടുക്കുവാൻ സർക്കാർ തയ്യാറാവുന്നതാണ് ഏറ്റവും ഉചിതം. ചാണ്ടി ഉമ്മൻ അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ സംഭാവനയെ കുറിച്ച് ഓർത്തെടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിവാദം രാജ്യം അതിനുള്ള നമുക്കറിയാം 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. അതിനുള്ള അർഹതപ്പെട്ട ഒരു യാത്രയയപ്പ് മൻമോഹൻ സിംഗിന് നൽകണം എന്ന ഒരു ആവശ്യമാണ് എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. ഈ വാഹനത്തിന് പിന്നിലായി അർദ്ധസൈനിക വിഭാഗവും അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും എല്ലാം തന്നെ ഇപ്പോൾ അനുഗമിക്കുന്നുണ്ട്. നേരെ AICC ഓഫീസിലേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജൻപത്ത് റോഡിലാണ് ഈ വാഹന വ്യൂഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മെല്ലെ മെല്ലെ വാഹനം ഇപ്പോൾ AICC ഓഫീസിലേക്ക് പോകുന്നു. ഏതാണ്ട് 5 മിനിറ്റിനകം തന്നെ AICC ആസ്ഥാനത്ത് ഈ വാഹനം എത്തും. അവിടെ 1 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പൊതുദർശനമാണ്. അവിടെ രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അവിടെ എത്തി അവസാനമായി മൻമോഹൻ സിംഗിനെ ആദരാഞ്ജലി അർപ്പിക്കും. കൂടാതെ മറ്റ് കോൺഗ്രസ് നേതാക്കളും, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ എത്തിയ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ AICC ഓഫീസിൽ മൻമോഹൻ സിംഗിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടെ എത്തിയിട്ടുണ്ട്. മെനഞ്ഞാന്ന് രാത്രിയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. ഇന്നലെ മുഴുവനായും ഇദ്ദേഹത്തിന്റെ മൃതദേഹം 3-ാം നമ്പർ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബന്ധുക്കളും അതോടൊപ്പം തന്നെ അടുത്ത സുഹൃത്തുക്കളും എല്ലാം തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു.